ഇതെന്തിട്ട് സാധനം? പേരെനിക്ക് തന്നെ കറക്റ്റായിട്ട് പ്രോട്ടീൻസ്. ഇത് കഴിച്ചിട്ടുണ്ടോ നീ? 1-2 കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. ശരിക്ക് ഇറച്ചി കഴിക്കണ പോലെ അല്ലേ? നല്ല സോഫ്റ്റാ. പ്രോട്ടീസ്. ഇതിൽ സോയയുടെ ഫ്ലോർ ഉണ്ട്. ഓ നല്ല ചൂടറിയാ ഫാൻ എന്നിട്ട്. ഇതിൽ സോയയുടെ ഫ്ലോർ ഉണ്ട്, സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഞങ്ങളിതുവരെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കാൻ പോണത്. പ്രേമേച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആർട്ട് ഓഫ് ലിവിങ്ങിലെ ഒരു ചേച്ചി ഉണ്ട്. അപ്പോൾ പ്രേമേച്ചി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് വെക്കും. അപ്പോൾ അവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഇത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ സാധനം വെജിറ്റേറിയൻ ആണെങ്കിൽ കറക്റ്റ് നമ്മൾ മീറ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ പ്രോട്ടീൻസിൻ്റെ സാധനം. ഇത് RCMൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഞങ്ങൾ RCMൻ്റെ പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ പ്രേമേച്ചി സ്ഥിരമായിട്ട് RCMൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സംഭവത്തിനെ കുറിച്ച് അറിയണത്. പ്രേമേച്ചി വയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. കുറേ നാളായി അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കാലം മറന്നു. കാരണം നമ്മൾ വീട്ടിൽ വെക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. കാരണം അമ്മയ്ക്കിപ്പോൾ എന്താ പറയുക മീറ്റ് വയ്ക്കാനൊന്നും പഴയ പോലെ താല്പര്യമില്ല. പിന്നെ നമ്മുടെ പാപ്പന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ വേറെ ഓപ്ഷനില്ല, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെക്കണമെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളൊന്ന് എങ്ങനെ വെക്കാന്നുള്ളതൊന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണെന്ന്. ഓക്കെ, ഇതാണ് സംഭവം. കാണുമ്പോൾ ഒരു ചെറിയൊരു ബീഫിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ തോന്നണില്ലേ? ആദ്യം 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. അമ്മ, അതിന് ശേഷം തിളച്ച് 4 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രെയിൻ ചെയ്യുക, വെള്ളം ഊറ്റിയെടുക്കുക. അതിന് ശേഷം തണുത്തതിന് ശേഷം വീണ്ടും സ്ക്വീസ് ചെയ്യുക, ഒന്നും കൂടി ഇത് പിഴിയുക. അപ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞാൽ. എന്നിട്ട് പിന്നെ കുക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇറച്ചി വെക്കണ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്തിൻ്റെ മണം അത്? എനിക്കൊരു തരം ഈ ഇറച്ചി മണം പോലെ, ഉണക്കമീൻ്റെ ഒക്കെ മണം പോലെ തോന്നുന്നു. ഇല്ലേ? എന്തുട്ടൊക്കെ ഇട്ടിട്ടുണ്ടാക്കണാണാവോ അല്ലേ? ഞാൻ പിന്നെ ബീഫൊക്കെ കഴിക്കും വല്ലപ്പോഴും. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇറച്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അല്ലേ? പക്ഷെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ത് മാനത്ത്? ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി അല്ലേ? ഒരു 4 മിനിറ്റ് ഇത് തിളപ്പിച്ച് എടുക്കണം. തിളപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് വേവായിരിക്കും അല്ലേ? 4 മിനിറ്റ് എന്നാണ് ആ പാക്കറ്റ് എഴുതിയുള്ളത്. ഇനി നമ്മളിപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളം ഇതിൽ നിന്ന് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ചെറുതാക്കണം കേട്ടോ, കുറച്ച് വലുതായിക്കോട്ടെ. എന്നിട്ട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഓക്കെ, മഞ്ഞപ്പൊടി കൂടരുതിട്ട ദീപോ. കഴിഞ്ഞ പ്രാവശ്യം കൂടിയെന്ന് കുറേ പേര് പറഞ്ഞു. കുറച്ചിട്ടോ? അതിട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, സ്പൈസി ആയിക്കോട്ടെ. മതി കേട്ടോ കേട്ടോ, കുറച്ചും കൂടി ഇട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി. അയ്യോ, നന്നായിട്ട് അങ്ങോട്ട് എല്ലാ മസാല പിടിക്കണ ഇതാണ് മിക്സ് ചെയ്യുക. നമ്മുടെ കൈ ചൂടുവോ? പ്രാക്ടീസ് ആയില്ലേ? ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചോ. ദീപോ, നീ പോയിട്ട് കബീർ കടയിൽ നിന്ന് 1/2 കിലോ മേടിച്ചിട്ട് വന്നാ. പൈസ എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തോട്ടാ. വെളിച്ചെണ്ണ തീർന്നു എന്നുള്ള പറയണെങ്കിൽ ആദ്യമേ തന്നെ മേടിച്ചേക്കില്ലമ്മ. ഈ ഡീപ്പ് ഫ്രൈ ചെയ്യണതേ
ഇട്ട് കുറേശ്ശെ എടുത്തതാണ് ഇങ്ങനെ പകുതി പകുതിയായിട്ട് എടുക്കണം. സമയം എടുക്കും അങ്ങനെ ആകുമ്പോൾ. അല്ല മൊത്തം ഇട്ടാ കുഴപ്പമില്ലല്ലോ. അമ്മ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ പറയാം കുറച്ചുണ്ട്. ദീപം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കളയാണ്ട് ഒഴിക്കണം കേട്ടാ. നീ എങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ കാണണ്ടേ. കത്രികയില്ലേടി, കളയാണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം എനിക്ക് കാണട്ടെ. പിഴിഞ്ഞെടുക്കണല്ലേ. ആ അയ്യോ 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 പോവാ പോവാ പോവാ. നീ ഒഴിച്ചില്ലത്. അയ്യോ വിശക്കണേ. നല്ലോണം ഡ്രൈ ആവണ്ട കേട്ടോ. അപ്പം പോയില്ല കഷ്ണം കഴിച്ചു നോക്കണം. ഉപ്പ് കുറവല്ലേ? മതി മതി അത് മതി. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിക്കാം. എന്നിട്ട് നമുക്ക് ശരിക്കും ഇറച്ചിയുടെ വെപ്പ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 4 സബോള ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു 2-3 സബോള മതി. പക്ഷെ ഞങ്ങൾ കുറച്ച് മസാല കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 4 സബോള എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്. സബോള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മസാലകൾ അല്ലേ, അല്ല പച്ചമുളകും ഇഞ്ചി അല്ലേ, പിന്നെ മസാല ഇടും, പിന്നെ തക്കാളി ഇടും. ഇതൊക്കെ എല്ലാവർക്കും അറിയണമെന്ന് വിചാരിക്കണം. ഇത്ര 3-4 ദൈവമേ നല്ല എരിവായിരിക്കും. ഇപ്പം അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വന്നിപ്പോൾ നീ എന്നെ കളയൊരു കൂട്ടണങ്ങളായില്ലേ അടി ഈ പാങ്കുറ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല എന്തെങ്കിലും ഇടാം. ഓക്കെ, ഇപ്പം മുളക് പൊടി ഉണ്ടല്ലോ അധികം. പട്ട ഗ്രാമ്പൊക്കെ കൂടി പൊടിച്ചിട്ടുണ്ട്. അപ്പം അതായി. ഇത് മസാലകളൊക്കെ ആയില്ലേ അമ്മ? അത് മതി, കുഴപ്പമില്ല. പച്ചമുളകും കുരുമുളകും കിട്ടുന്നതുകൊണ്ട് പിന്നെ അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല. തക്കാളി ഒക്കെ വെന്ത് സെറ്റാവട്ടെ. കേട്ടോ ശരിക്കും ബീഫ് പോലെ തോന്നില്ലേ? അത് മിക്സ് ചെയ്തമ്മ. നിങ്ങളെക്കാൾ നന്നായിട്ട് ദീപം നല്ല അറക്കുന്നുണ്ട് പറഞ്ഞാൽ മിക്സ് ചെയ്യട്ടാ. അമ്മയുടെ കൈക്ക് ചെറിയ വേദനയുണ്ട്. ദീപുന് നമ്മൾ കൈക്ക് നല്ല മസിലുള്ളതുകൊണ്ട് അത് ലാസ്റ്റ് ഇട്ടാൽ മതി. നന്നായി പിടിക്കട്ടെ. സംഗതി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അമ്മ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പറയാനല്ല, ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്യാമറ ഓഫായിരിക്കുന്ന സമയത്ത് അമ്മ ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് അത് മറക്കരുത്. സബോള വാട്ടുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം അല്ലേ, മസാല ചേർക്കണതിൻ്റെ ഒപ്പം. കുറച്ച് മതി, കുറേ അത് കണ്ട പരവല്ലേ അല്ലേ. ഹായ്, ഇതിൽ എനിക്ക് കള്ളപ്പാണ്. കള്ളപ്പം ദീപുന് നൈസ് പത്തിരി അല്ലേ. പ്രാവശ്യം എടുക്കുക. അങ്ങനെയില്ല, എല്ലാം എങ്ങനെ പറയാ, എല്ലാം കോമണ, എല്ലാം കോമണ.
എന്നാ എടുത്തോ, പ്ലേറ്റ് എടുത്തോ. അമ്മ വായോ. ഇതിങ്ങനെ എൻ്റെ കൈ കള്ളപ്പം മേടിച്ചിട്ടുണ്ട്, നൈസ് പത്തിരി മേടിച്ചിട്ടുണ്ട്. മതി, 4 പീസാക്കി എൻ്റെ കൈ കൊണ്ട് പോരെ. അപ്പോൾ അമ്മയ്ക്ക് കള്ളപ്പെടട്ടെ. ദീപുവിന് കള്ളപ്പം. എൻ്റെ കുഞ്ഞു കഷ്ണം എനിക്ക്, ഒരു വലിയ കഷ്ണം ദീപുവിന് കേട്ടോ. ഞാൻ കുഞ്ഞു കഷ്ണം എടുത്തിട്ടുള്ളൂ. അത് തന്നെ ഞാൻ എനിക്ക് തന്നെ ഇടാം. നല്ല കറക്റ്റ് ഇറച്ചി പോലെ ഉണ്ട് കേട്ടോ അമ്മ അല്ലേ. കുറേ നാൾക്ക് ശേഷം അമ്മ ഇറച്ചിയുടെ ടേസ്റ്റുള്ള ഒരു സാധനം കഴിക്കാൻ പോവാണ്. എന്നാ പത്തിരി എടുത്തോ, നൈസ് പത്തിരി എടുത്തോ. എനിക്കൊരു 2 പത്തിരി തന്നോ. കള്ളപ്പം എനിക്ക് 1 മതി. നീ 2 എടുത്തോ. അതിൻ്റെ ഞാൻ ആദ്യം ഇങ്ങനെ കള്ളപ്പം വേണം, മധുരം വേണം. കള്ളിൻ്റെ മധുരല്ലേ. ചൂടുണ്ടല്ലോ നമുക്ക്. ദീപനിട്ട് കൊടുക്കമ്മ. അടിപൊളിയുണ്ട്. ചൂട് നല്ല ചൂടാ. കറക്റ്റ് ബീഫ് അല്ലെങ്കിലും ഏതാണ്ട് ബീഫ് കഴിക്കുന്ന ഒരു ഫീൽ അല്ലേ. ബീഫോ ചിക്കനോ ഒക്കെ കഴിക്കുന്ന പോലെ മീറ്റ് കഴിക്കുന്ന ഫീലുണ്ട്. വേണ്ടല്ലേ. ചൂട് സെറ്റായിട്ടാ. കറക്റ്റ് ബീഫ് പോലെ ഉണ്ടല്ലേ. എന്നിട്ട് ഇതിങ്ങനെ പപ്സ് പുതിന വരുന്നുണ്ട് പുതിയ. ഓക്കെ, ഏകദേശം സെറ്റായി. എന്നിട്ട് അടിപൊളി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ട്രൈ അത് കുറച്ച് വേണേലേ അവർക്ക് കൊടുക്കാം. അവിടെ ഗിരിജമ്മളവിടേക്ക് കൊടുക്കാം. ഇന്ന് ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾ ഷൂട്ട് ചെയ്യണ ദിവസം. നാളെ മുതൽ നവരാത്രി ആരംഭിക്കുകയാണ്. 3-ാം തീയതി മുതൽ 11-ാം തീയതി വരെ 9 ദിവസം പൂജയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു നേരം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡ് അടിക്കും, ബാക്കി നേരം നമ്മൾ ലൈറ്റായിട്ട് കഴിക്കാനാണ് പ്ലാൻ. ഹെവി ആയിട്ട് ഫുഡ് അടിക്കുമ്പോൾ മെഡിറ്റേഷനൊന്നും കിട്ടില്ല. പൂജയിലൊക്കെ ഇരിക്കുമ്പോൾ ഉറക്കം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു നേരം ഉച്ചയ്ക്ക് അങ്ങനെ കുറച്ച് കഴിച്ചിട്ട് വൈകിട്ട് സലാഡ്, രാവിലെ ഫ്രൂട്ട്സ്, ഇങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ആ രീതിയിൽ നവരാത്രി ഒരു 9 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോകാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ അവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ആശ്രമത്തിൽ ഓൾറെഡി അക്കോമഡേഷൻ ഉണ്ട്, അവിടെ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ നവരാത്രിക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിങ് ആശ്രമത്തിൽ. ഇപ്രാവശ്യം ഞങ്ങൾ പുറത്തൊരു വില്ലെടുത്തിട്ട് താമസിക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ട്രിപ്പ് എന്തായാലും ഒരു സീരീസ് ആയിട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീട്ടിൽ കുറച്ച് ദിവസമായി ഈ പ്രോട്ടീസ് ഇരിക്കുന്നത്. ഇത് എത്ര പേർക്ക് അറിയുന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ പലരും കഴിക്കുന്നുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവും. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു മീറ്റിൻ്റെ ടേസ്റ്റുള്ള സാധനമാണ് ഈ പ്രോട്ടീസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു